കേരളത്തിലെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയസൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന കത്തനാർ. പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷകരെ ഒരുപാട് ആകർഷിച്ച വമ്പൻ ബജറ്റിലും ക്യാൻവാസിലും ഒരുക്കുന്ന ചിത്രം ഈ വർഷം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4 വർഷം കഴിഞ്ഞാണ് ജയസൂര്യയുടെ ഒരു സിനിമ റിലീസിനെത്തുന്നത്. കത്തനാറിന് വേണ്ടി 11 സിനിമയോളം വേണ്ടെന്ന് വെച്ചാണ് നടൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ആ സിനിമകൾ ഏതൊക്കെയാണ് റിപ്പോർട്ടാണ് പുറത്താകി വരുന്നത്. വെങ്കട് പ്രഭു ഒരുക്കുന്ന നാഗചൈതന്യ ഒരുക്കിയ കസ്റ്റഡി എന്ന ചിത്രത്തിൽ അരവിന്ദ് സ്വാമിയുടെ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് ജയസൂര്യയായിരുന്നു. എന്നാൽ കത്തനാറിന് വേണ്ടി നടൻ ആ വേഷം ഒഴിവാക്കിയിരുന്നു. ഒറ്റ, ആട്ടം, ഓഫീസർ ഓൺ ഡ്യൂട്ടി, അന്വേഷിപ്പിൻ കണ്ടെത്തും, തലവൻ, ജയ ഗണേഷ് തുടങ്ങിയ സിനിമകൾക്കാണ് ജയസൂര്യ കത്തനാറിൽ നിന്ന് ഒഴിവാക്കിയത്. 4 വർഷം ഞാൻ സിനിമ ചെയ്യേണ്ടതായിരുന്നു. കത്തനാർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിവെച്ചു. ഈ ഗ്യാപ്പിൽ 11 സിനിമയോളം വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. അത് കത്തനാറിന് വേണ്ടി മാത്രം. ചില സമയത്ത് അത് നല്ലതല്ലേ, ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും നിൽക്കുക എന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനേക്കാളും ഈ സിനിമയുടെ സംവിധായകൻ നിൽക്കുന്നതാണ് പ്രധാനം. റോജിൻ തോമസ് ഹോം സിനിമയുടെ മങ്കിപ്പെന്റൻ സിനിമയുടെയും സംവിധായകനാണ്. അവൻ്റെ 4-മത്തെ സിനിമ ആയിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അവൻ നിൽക്കുന്നത് 5-6 വർഷമാണ്. നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു വേദനയാണെന്ന് ജയസൂര്യ പറയുന്നു.